വെൽക്കം ടു ഹംലൂസ് കിച്ചൺ. വിപ്ഡ് ക്രീം ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് കേക്കിൻ്റെ ഡെക്കറേഷൻ ആണ് കാണിക്കുന്നത്. ഇത് 2-3 ടൈപ്പ് ഫ്ലവർ കാണിക്കുന്നുണ്ട്. പിന്നെ ലീഫും ബോർഡർ, കേക്കിന് ബോർഡർ കൊടുക്കുന്ന എങ്ങനെയാണ് പൈപ്പ് ചെയ്യുന്നതെന്നും കാണിക്കുന്നുണ്ട്. ഫ്ലവറിന് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള നോസിൽസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മീഡിയം സൈസിലുള്ള നോസിൽ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഫ്ലവർ ചെയ്യുന്നത്. പിന്നെ സ്റ്റാറിൻ്റെ ടിപ്പ് എടുത്തിട്ടുണ്ട്. ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നോസിൽ എടുത്തിട്ടുണ്ട്. സ്റ്റാറിൻ്റെ തന്നെ 3-4 നോസിൽസ് ഉണ്ട്. അത് എല്ലാം ഏകദേശം ഒരേ രീതിയിൽ തന്നെയാണ് പൈപ്പ് ചെയ്യാൻ പറ്റുന്നത്. ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ നോസിലുകളാണ് സ്റ്റാറിൻ്റെത്. ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് നോസിൽ ഞാൻ ഒരു സിപ്പ് ലോക്ക് ബാഗിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. സിപ്പ് ലോക്ക് ബാഗിൽ നമ്മളെപ്പോഴും നോസിലിടുമ്പോൾ അതിൻ്റെ സൈഡൊന്ന് ടേപ്പ് ഉപയോഗിച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ ഇത് പൈപ്പ് ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് ക്രീം ചാടി വരും. ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ബട്ടർ പേപ്പറിൻ്റെ ചെറിയ പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വിപ്പിംഗ് ക്രീം ഇതിൻ്റെ അടിയിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടി. ഇനി ഓരോ പെറ്റലായിട്ട് പൈപ്പ് ചെയ്ത് കൊടുക്കാം. ബാഗും ഒന്ന് ചരിച്ച് പിടിച്ചിട്ട് വേണം പൈപ്പ് ചെയ്യാൻ. ആദ്യം ചെറിയ പെറ്റൽ പൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു പെറ്റലിൻ്റെ ഒരു സെൻറ്ററിൽ നിന്ന് തന്നെ അടുത്ത പെറ്റൽ തുടങ്ങണം. ഇതേപോലെ തന്നെ എത്ര വലിപ്പമുള്ള റോസാണ് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ പൈപ്പ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ചരിച്ച് പിടിച്ചിട്ട് വേണം പൈപ്പ് ചെയ്തെടുക്കാൻ. ഓരോ പ്രാവശ്യവും ഇത് ഒന്ന് പൈപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ ഈ നോസിലിൻ്റെ എൻഡ് ഒന്ന് തുടച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഇത് കറക്റ്റായിട്ട് പൈപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. എത്ര പെറ്റലാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ പൈപ്പ് ചെയ്തെടുത്താൽ മതി. ഇത് കേക്കിലേക്ക് നേരിട്ട് വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ ഫ്രീസറിൽ ഒരു 10-15 മിനിറ്റ് വെച്ചിട്ട് കേക്കിലേക്ക് എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ നല്ല കറക്റ്റായിട്ട് കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇതിനി ബട്ടർ പേപ്പറിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഈ സ്റ്റീലിൻ്റെ ഗ്ലാസ് ഉപയോഗിക്കുന്നത് ഫ്ലവർ നെയിൽ ഇല്ലാത്തവർക്കും ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഒരു ചെറിയ പീസ് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ പൈപ്പ് ചെയ്തെടുക്കാം. ഇത് കുറച്ച് പെറ്റൽസ് ഇങ്ങനെ വിരിഞ്ഞു വരുന്ന ആ രീതിയിലുള്ള റോസാണ് കാണിക്കുന്നത്. അതാണ് ഈ അടുത്തടുത്ത് പെറ്റൽസ് വെച്ച് കൊടുക്കുന്നത്. ഇതേപോലെ തന്നെ ഒന്നിൻ്റെ പകുതിയിൽ നിന്ന് അടുത്ത പെറ്റൽ പൈപ്പ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ അതും ആയിട്ടുണ്ട്. ഇനി മറ്റൊരു ഫ്ലവർ കാണിച്ചു തരാം. ആദ്യം കുറച്ച് ഈ അതേ നോസിൽ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. ഫ്ലവറിൻ്റെ നോസിൽ ഇതിന് സെൻട്രലായിട്ട് ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഓരോ പെറ്റൽസായിട്ട് പൈപ്പ് ചെയ്തെടുക്കാം. ഒരു 4-5 പെറ്റൽസ് ഇതേപോലെ ഇങ്ങനെ പൈപ്പ് ചെയ്ത് കൊടുക്കാം. ഒന്നിൻ്റെ മുകളിലായിട്ടാണ് മറ്റൊരു പെറ്റൽ വരുന്നത്. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്ററിൽ കുറച്ച് സ്പ്രിങ്കിൾസ് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഫ്ലവറാണ്. ഇനി കേക്കിൻ്റെ ബോർഡർ ചെയ്യാൻ വേണ്ടി ഇതേ നോസിൽ ഉപയോഗിച്ചിട്ട് തന്നെ ഒന്ന് സിഗ്സാഗിൽ ഇങ്ങനെ പൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, ബോർഡർ ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ
ബാർബി ഡോളിൻ്റെ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് ഫ്രോക്കിനൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ ഇങ്ങനെ ഉപയോഗിച്ചാൽ മതി. ഫ്ലവറിൻ്റെ ചെറിയ ബഡൊക്കെ നമുക്ക് പൈപ്പ് ചെയ്ത് കൊടുക്കാൻ ഇതേപോലെ 2-3 പ്രാവശ്യം സിഗ്സാഗ് മോഷനിൽ പൈപ്പ് ചെയ്തിട്ട് എടുത്താൽ ഫ്ലവറിൻ്റെ സൈഡിലൊക്കെ ചെറിയ ഫ്ലവറായിട്ടൊക്കെ ഇങ്ങനെ കൊടുക്കാൻ പറ്റും. നല്ല ഭംഗിയായിരിക്കും അങ്ങനെ കൊടുക്കുമ്പോൾ. ഇനി സ്റ്റാറിൻ്റെ നോസിൽ ഉപയോഗിച്ചിട്ടാണ് ഇത് പൈപ്പ് ചെയ്തിരിക്കുന്നത്. ഇതും സിമ്പിളായിട്ട് നമുക്ക് പൈപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇതെല്ലാം ഞാൻ വിപ്ഡ് ക്രീം ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് പുഷ് ചെയ്തിട്ട് കൈ മാറ്റിയാൽ മതി, ഇതേപോലെ തന്നെ കിട്ടും. ഇനി ഇത് ബോർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാം. ഒന്ന് പ്രസ് ചെയ്തിട്ട് കൈ വലിച്ചാൽ ഇങ്ങനെ ഒരു നല്ലൊരു ഡിസൈൻ കിട്ടും. ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ ഡിസൈനുകളാണ്. ഇത് കപ്പ് കേക്കിനൊക്കെ ഇതേപോലെ നമുക്കൊന്ന് പ്രസ് ചെയ്തിട്ട് 2 പ്രാവശ്യം ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈസി ആയിട്ട് ഫ്ലവറിൻ്റെ ഷേപ്പിൽ തന്നെ ഇതേപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി ചെറുതായിട്ട്. അപ്പോൾ ഒരു സ്റ്റാറിൻ്റെ ഷേപ്പിൽ കിട്ടും. പിന്നെ ഷെല്ലിൻ്റെ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് പുഷ് ചെയ്തിട്ട് കൈ വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഷെല്ലിൻ്റെ ഷേപ്പിൽ കിട്ടും. ഇത് ബോർഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കപ്പ് കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ 2 പ്രാവശ്യം ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കപ്പ് കേക്ക് നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ലീഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ലീഫിനുള്ള നോസിൽ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഗ്രീൻ കളറിലുള്ള വിപ്ഡ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള എത്ര വലുപ്പത്തിലാണ് ലീഫ് വേണ്ടതെന്ന് വെച്ചാൽ അതേപോലെ ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് റിലീസ് ചെയ്താൽ മതി. ഡെക്കറേഷനൊക്കെ അവരവരുടെ ഐഡിയ അനുസരിച്ചിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് ഞാൻ കേക്കിലല്ല കാണിക്കുന്നത്, വെറുതെ ഒരു ബട്ടർ പേപ്പറിൽ പൈപ്പ് ചെയ്താണ് കാണിക്കുന്നത്. കേക്കിലാണെങ്കിൽ ഒന്നുകൂടെ നല്ല ഭംഗിയിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇതിൽ ഞാൻ കാണിച്ചിരിക്കുന്നത് ബിഗിനേഴ്സിനായിട്ടുള്ള കുറച്ച് പൈപ്പിംഗ് ടെക്നിക്സ് ആണ്. ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.